കൊണ്ടുവിടാവുന്ന? എവിടെ പോവേണ്ടത്? പല സ്ഥലത്തും പോകേണ്ടതുണ്ട്. അവിടെയൊക്കെ കൊണ്ടുവിടാനൊക്കുമോ? എന്റെ വീട്ടിലേക്ക് വരുമോ? വേണ്ട. പ്ലീസ്, വന്നേ പറ്റൂ. നിർബന്ധമാണോ? ശരി. സാർ എന്നാ പണിയായി കാണിച്ചത്? ഈ പെങ്കച്ചിനെ ഞങ്ങൾ കയറി പിടിക്കുമ്പോ സാറ് വരാമെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് ഇയാളെ കൊണ്ട് ഞങ്ങളെ തല്ലിച്ചു. ഇതിന് 200 രൂപയൊന്നും പോരാ. എന്തൊരടിയാ അടിച്ചത്. സാറ് ദേഷ്യം പിടിക്കണ്ട, ഞങ്ങൾ പോയിക്കോളാം. ഓഹോ, അപ്പോഴെല്ലാം ഇയാളുടെ വേലയായിരുന്നു. ഇവനാരാ? നിങ്ങൾ ആരാണ് ചോദിക്കാൻ? ഞാനോ? ഞാൻ നാണമില്ലല്ലോ. നമുക്ക് പോവാ. അല്പഗുണസ്യ മൃത, അതായത് അല്പം ഗുണങ്ങളുള്ളവൻ ചിലപ്പോ മൃതദേഹം എടുക്കേണ്ടി വരും. അയ്യോ, അതായത് മൂലം പൂരാടമാകുന്ന സമയമാണ് നിങ്ങൾക്ക്. മനസ്സിലായോ? അപ്പൊ നമ്മൾ നീങ്ങേണ്ടത് വളരെ ശ്രദ്ധിച്ചു. നല്ല ഉഗ്രം കൂടാ. ഇതിനെന്ത് വില കൊടുത്തു? പ്രസന്റേഷനാ. ഒരു ലേഡി ഡോക്ടർ തന്നതാ. അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. 6 മാസത്തിനകം ഒരു കുഞ്ഞ് ജനിക്കുമെന്ന്. 6 മാസത്തിനകം? ശിശു ആയിരിക്കും. മനുഷ്യ ശിശു. സംഗതി നടന്നു. സമ്മാനമായി ഈ കുടയും തന്നു. ശരി, നടക്കാം. നടക്കാനൊന്നുമില്ല. ആ കാണുന്ന സ്ഥലം വാ. പ്രകടകലമതേ ശ്രീ പത്മനാഭാഹ പ്രതുകടിലം രുത്മഘോഷം. രുത്മഘോഷം അതായത് നീ വിചാരിക്കുന്ന കാര്യം ഇന്ന് ശ്രീപത്മനാഭന്റെ സഹായത്താൽ സാധിക്കും എന്നർത്ഥം. ശ്രീപത്മനാഭ, ഞാൻ നിന്റെ തപ്പഴേ ഇത് സ്ത്രീകളുടെ ഹോസ്റ്റലല്ലേ? അതിനെന്താ, ഇവിടുത്തെ മാറ്ററിന് ഒരു ഡ്രൈവറെ വേണം. ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. ധൈര്യമായിട്ട് പോയിക്കോ. പ്രൊഫസർ മാളവ്യ പറഞ്ഞയച്ചാന്ന് മാത്രം പറഞ്ഞാ മതി. ആശം കൂടെ വാ. ഞാൻ വരുന്നത് ശരിയല്ല. അതെന്താ? ഒരു രഹസ്യമാ, ആരും അറിയണ്ട. മാട്രൻ എന്റെ ഒരു പഴയ കാമുകിയായിരുന്നു. പക്ഷെ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ സാധിച്ചില്ല. ഞാനെന്ന് പറഞ്ഞ ഇപ്പോഴും ജീവനാ. എന്നെ കണ്ട അവൾക്ക് പഴയ ഫീലിംഗ് വരും. അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. ഞാൻ പോട്ടെ. പോയിട്ടോ. എന്നെ അനുഗ്രഹിക്കണം. നവഗ്രഹങ്ങൾ നിന്നെ ചുറ്റിക്കൊണ്ടിരിക്കും. ഓ, നമസ്കാരം. ആരാ? പ്രൊഫസർ മാളവ്യ പറഞ്ഞയച്ചതാണ്. ഇവിടെ ഒരു ഡ്രൈവർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ആവശ്യമില്ല, എന്റെ ഭർത്താവ് ഡ്രൈവറാണ്. പിന്നെ പ്രൊഫസർ പറഞ്ഞതോ? ഏതായി പ്രൊഫസർ? അത് മാഡത്തിന്റെ പഴയ കാമുകനാണ്. നേരിട്ട് കണ്ടാൽ ഫീലിങ്സ് വരുമെന്ന് പറഞ്ഞ് അവിടെ മാറി നിൽക്കുകയാണ്. അയ്യോ, എന്റെ ആ ലവറെ കണ്ടിട്ട് എത്ര നാളായി. ഒന്ന് നിൽക്കണേ. യെസ് മാഡം. അയ്യ, ശുക്രൻ അടിച്ചു. ശങ്കർ, ഇവിടെ മനുഷ്യ, ഞാൻ മാഡത്തിനെ കാണാൻ വന്ന. ഇവിടെ ഡ്രൈവറുടെ ജോലി ഉണ്ടെന്നേ. അയ്യോ അയ്യോ, എന്നെ അടിക്കരുത്. ഒരുത്തരം അവിടെ ഉണ്ടോ? അവനെ ഞാൻ പിടിച്ചോളാം. കൈ നോക്കി അവസാനം നമ്മുടെ കയ്യിൽ രേഖയിലുണ്ടായി. ഈശ്വര, എന്ത് ചെയ്യാ? കയ്യോ മഹമോ?
ഡാഡി, ഇദ്ദേഹം അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ആ റൗഡിയിൽ എന്നെ കൊല്ലുമായിരുന്നു. ഡാഡി, ആന രക്ഷിച്ചു. അയ്യോ ആനയൊന്നുമല്ല ഞാനാ. ആ ജനാർദ്ദനാണ് ഇതിനൊക്കെ കാരണം. ചെക്ക്. ആ അതെന്റെ കുതിരയുടെ കാല. കുഞ്ഞെ നീ ആരാ? ഇത് മിസ്റ്റർ സുകുമാരൻ. വീട്ടുക്കൻ എന്ത് കഴിക്കുന്നു? ആദ്യം സാർ ആ ചെക്കൊന്ന് മാറിയട്ടെ. നമുക്ക് ബോർഡ് മാറ്റിക്കളയാം. വേണ്ട വേണ്ട എനിക്ക് പോ. ബെറ്റ് വെച്ച് കളിക്കാം. ഒരു ബോർഡ് 50 രൂപ. ഇരിക്കെ. നമുക്ക് തുടങ്ങാം. ഹീസ് മിസ്റ്റർ സുകുമാരൻ, സ്മാർട്ട് ബോയ്, നല്ല കളിക്കാരനാണ്. സുകുമാരൻ ദിവസവും ഇവിടെ വരണം കേട്ടോ. അങ്ങേർക്ക് വേറെ ജോലി കാണില്ലേ? നിങ്ങൾ ഡെയിലി ഒന്നും വരണ്ട. നീ ആരാന്ന് പറയാൻ? ദുർഗാമേളകത്ത് പോകൂ. ചൊല്ലുവേൻ. സദാസമയം വിളയാട്ട് വിളയാട്ട് വിളയാട്ട്. ഞാൻ കാരണം നിങ്ങൾ വഴക്ക് കൂടണം. അതിവിടെ പതിവാണ്. വെരി ഗുഡ്. അപ്പോ ഞാൻ പിന്നെ വരാം. പോവാണോ? അല്ല നാളെ വരാം. മോളെ, നമ്മുടെ അഡ്രസ് സുഖുവിന് കൊടുത്തേക്കണേ. സുഖുവിന്റെ അഡ്രസ് ഇങ്ങോട്ടും മേടിച്ചോളൂ കേട്ടോ. വാങ്ങിച്ചാ ഞാൻ പോട്ടെ. ആഹാ, ഇതാര്? ജോലി വല്ലതും തടഞ്ഞു ആശാന? വേറെ പലതും തടഞ്ഞു. ഭാഗ്യത്തിന് ഓടി രക്ഷപ്പെട്ടു. ആ പ്രൊഫസറുടെ കൂടെ നടന്നിരുന്നല്ലോ. അയ്യോ, അയാളെ ഞാൻ വിട്ടു. ശരി, വാശാൻ ഏ? വാശാൻ അടിയൊന്നും കിട്ടിയ വാ. വാശാന് കൈ വിട്. നടക്ക്. മോളെ, ചായ തണുത്തു, വന്ന് കഴിക്കേ. ദേ വരുന്ന അമ്മായി. വരൂ, ഇരിക്കൂ. ഇതെന്റെ സ്നേഹിതൻ മിസ്റ്റർ ശ്രീകുമാർ. ഇതെന്റെ അമ്മാവന്റെ മകളാണ് റാണി. നമസ്തേ. റാണി എന്ന് പറഞ്ഞില്ല, നിന്റെ കമ്പനിയിൽ ഒരു ഡ്രൈവർ ജോലി ഒഴിവുണ്ടെന്ന്. കുമാർ ഒരു നല്ല ഡ്രൈവറാണ്. 2-3 വർഷത്തെ പരിചയമുണ്ട്. പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ടുമുണ്ട്. ഒന്നും പറഞ്ഞില്ലല്ലോ. എന്നാ ഞാനിങ്ങ് പോയേക്കാം. ഇരിക്കൂ, ചായ കുടിച്ചിട്ട് പോകാം. നീ വിചാരിച്ചാൽ ആ ജോലി കുമാറിന് കിട്ടും. ഞാൻ മാനേജരോട് പറഞ്ഞു നോക്കാം. കമ്പനിയിലേക്ക് വരൂ. ഓ, അമ്മേ, അമ്മേ. എന്താ മോളെ? എന്റെ പ്രേം വന്നോ? ഇപ്പൊ വരും. മോള് വന്ന് ചായ കുടിക്കേ. പ്രേം വന്നിട്ട് മതി. ഹായ് പ്രേം, എന്താ ലേറ്റ് ആയത്? എത്ര നേരമായി കാത്തിരിക്കുന്നു.